പരിശുദ്ധമാക്കപ്പെടുന്നതായ ദുൽഹിജ്ജ മാസത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരിശുദ്ധമാക്കപ്പെടുന്നതായ ദുൽഹിജ്ജ മാസത്തില് ബലി പെരുന്നാൾ അല്ലെങ്കിൽ വലിയ പെരുന്നാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു സന്തോഷത്തിന്റെ സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. തൊട്ട ദിവസത്തിനൊക്കെ മുമ്പുള്ള അറഫ ദിവസം വളരെ മഹത്വവും ശ്രേഷ്ഠതയുമുള്ളതായ ദിവസമാണ്. അറഫ ദിവസത്തിൽ വെച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കലും അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് വേണ്ടി ഒരുപാട് ദിക്റുകളും തഹ്ലീലുകളുമായി പടച്ച റബ്ബിനോട് പ്രാർത്ഥന നടത്തേണ്ടതായ നല്ലൊരു സന്ദർഭം കൂടിയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധമാക്കപ്പെടുന്നതായ മക്കയിൽ ചെന്ന് കഅബയുടെ അടുക്കൽ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി സംഗമിക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ ഒത്തുചേരുന്ന ഒരു ദിവസം കൂടിയാണ്. അറഫ മൈതാനിയിൽ വെച്ചുകൊണ്ട് മുഴുവൻ ഹാജിമാരും അവിടെ ഒരുമിക്കുകയും പടച്ച റബ്ബിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അവർക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അവരുടെ ആവശ്യങ്ങളെല്ലാം തുറന്നു പറയാനുള്ള ഒരു നല്ലൊരു അവസരമാണ് അറഫ ദിവസം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ കാരണമാകുന്ന നല്ലൊരു സമയവും നല്ലൊരു സ്ഥലവുമാണ് അറഫ മൈതാനം എന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ നാടുകളിൽ നിന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോയോ എല്ലാ കർമ്മങ്ങളും അതിൻ്റെ മുറ പോലെ നിർവഹിച്ച് നാട്ടിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി തിരിച്ചു വരാൻ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമാക്കപ്പെടുന്നതായ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുകയും വൃത്തിയോടുകൂടെ പള്ളിയിൽ ചെന്ന പെരുന്നാളിൻ്റെ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുകയും പരസ്പരം മുസാഫഹ് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് കുടുംബാംഗങ്ങളുടെ വീട്ടിലേക്ക് പോവുകയും സ്നേഹിതന്മാരുടെ വീട്ടിലേക്ക് അയൽവക്കത്തുള്ളതായ വീടുകളിൽ കയറിക്കൊണ്ട് സന്തോഷം പങ്കുവെക്കേണ്ട നല്ലൊരു സാഹചര്യമാണ് പരിശുദ്ധമാക്കപ്പെടുന്നതായ പെരുന്നാൾ ദിവസം എന്നുള്ളത്. ഈ പെരുന്നാൾ ദിവസത്തിൽ വെച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഖബറാളികൾക്ക് വേണ്ടി പ്രത്യേകമായി ഖുർആൻ ഓതുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയും ചെയ്യുക എന്നുള്ളത് ഖബറാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമുള്ള സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ജീവിതകാലങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നമ്മൾക്ക് ലഭിക്കുക എന്നുള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സംഗതിയാണ്. ലോക മുസ്ലിമീങ്ങൾക്ക് രണ്ട് സന്തോഷങ്ങളാണ്. അതിൽ ഒന്നാണ് ചെറിയ പെരുന്നാൾ, രണ്ടാമത്തത് വലിയ പെരുന്നാളും കൂടിയാണ്. ഈ രണ്ട് ആഘോഷങ്ങളും വളരെ ഖൈറായ പ്രവർത്തനമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തായ കർമ്മങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിർവഹിക്കാൻ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എനിക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.